ശ്രീ വി കെ ശശിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം എൻ്റെ സഹോദരനാണ്, കൂടപ്പുറപ്പിനേക്കാൾ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ആ ബന്ധത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഒരു 1-2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ 3 പേരും പരസ്പരം വിളിക്കുകയും വിശേഷങ്ങൾ പറയുകയും ചെയ്യും. ഈ അടുത്ത കാലത്തായി കാണുന്ന ചില TV വാർത്തകളും മറ്റും ചില മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കുന്ന വാർത്തകൾ തികച്ചും തള്ളിക്കളയേണ്ടതാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അടുത്തു നിന്ന് മനസ്സ് പങ്കുവച്ച് അടുത്തു നിന്ന് സേവിച്ചൊരാളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും. ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിക്കാം. ഈ മേഖലയിൽ പാലക്കാട് എന്ത് കുടുംബവഴക്കുണ്ടായാലും സ്വത്ത് തർക്കമുണ്ടായാലും എല്ലാത്തിനും ഞാൻ അവിടെ വിളിക്കുന്ന ആരാണ്? വി കെ ശശിയേട്ടനെ വിളിക്കുക. അദ്ദേഹം വിചാരിച്ചാൽ നടക്കും, സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും. ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയില്ലാതെ, സ്നേഹത്തിൻ്റെ ഭാഷയില്ലാതെ പറഞ്ഞ് പല കാര്യങ്ങളും സാധിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു സമവായം ഒരു പരിധിവരെ ഞാൻ മീഡിയേഷൻ ഇരിക്കാൻ പറ്റിയ ആളാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ മടുത്തു. പക്ഷെ അതല്ല, ക്ഷമയോടെ ഇരുന്ന് അത് പരിഹരിച്ചു കൊടുക്കാൻ പലരും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും. കൃത്യമായി അവരെ സഹായിക്കും. അത് പോലീസ് കേസാണെങ്കിലും എന്ത് കാര്യം, അത് MLA അല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു സ്നേഹത്തോടുള്ള സമീപനമുണ്ട്. ആരാണ് വന്നത്, അവരുടെ രാഷ്ട്രീയം വന്നത്, അദ്ദേഹം പ്രസംഗിച്ചത് ഇവിടെ ഇരിക്കുന്നവരുടെ രാഷ്ട്രീയം, ഈ വേദിയിൽ ഇരിക്കുന്നവരുടെയും സദസ്സിലിരിക്കുന്നവരുടെയും രാഷ്ട്രീയം നോക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിന് മുന്നിലാണ് എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത്. തൈയുടെ പാർട്ടികളിൽ ഞാൻ അടുപ്പിക്കുന്ന സ്വഭാവമായിരിക്കും. അത് ചിലർക്ക് തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചില ആളുകളെ പറ്റി പറയുമ്പോൾ മനുഷ്യൻ ആകാംക്ഷയുണ്ടാവും. എന്താണ് അയാളെപ്പറ്റി പറയുന്നത് ചാനലിൽ കാണുമ്പോഴത്തേക്കും അതൊരവസരമായി ഉപയോഗിക്കുക. പാപത്തായി മാറിയിരിക്കുകയാണ്. നമുക്ക് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളെ കാറ്റ് പോയത് തന്നെ. ഏതൊരു മനുഷ്യനും ഈ നാടിന് നന്മ ചെയ്താൽ നമ്മളെങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നന്മ ചെയ്യാൻ ഒരുത്തൻ ഒരുങ്ങിയാൽ അവനെ വേറെ പിണ്ണാക്ക് കേസുകളുമായിട്ട് ഒന്നും മെനക്കെട്ടാൽ മതി. സത്യമല്ലേ? പേരെടുത്ത ഒരുത്തനെ പറ്റി ഒരു പരാതി പറഞ്ഞാൽ, ഒരു പ്രസ്താവന കൊടുത്താൽ എല്ലാ പത്രത്തിലും അടിക്കും. കായലിൻ്റെ മരത്തിൽ കല്ലെറിഞ്ഞാലേ ആരെങ്കിലും എറിഞ്ഞെന്നറിയും. അല്ലാതെ പഴമില്ലാത്ത മരത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞാൽ ആരെങ്കിലും അറിയോ എന്ത് നടക്കുന്നുണ്ട്? ഏതോ രക്തം കല്ലുകളൊക്കെ എറിയുന്നത് പ്രാന്താന്തിയായിരിക്കും. ഇതൊരുതരം പ്രാന്താണ്. ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വി കെ ശശിയുടെ പ്രവർത്തനങ്ങൾ, അതിനെ കൈമാറി ചെയ്യിക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യമേ ജയിക്കുള്ളൂ. സത്യമേവ ജയതേ എന്ന് ഭാരതത്തിൻ്റെ മുദ്രാവാക്യമായി ജയിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ ഇന്ത്യയിൽ ജയിക്കുമ്പോൾ ഇപ്പം കണ്ടുവരുന്നൊരു ആശയം എന്ന് പറഞ്ഞാൽ, കള്ളം പറയുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്യാമെങ്കിൽ നമ്മൾ മിടുക്കനാണെന്നില്ല. നമ്മൾ ഭയങ്കര മിടുക്കനാണെന്ന് പറയും. പക്ഷെ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ്, ഞാൻ പലപ്പോഴും കത്തിച്ചാമ്പലാക്കാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്ന് ഞാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്നിൻ്റെ ഉള്ളിലെ സത്യസന്ധതയും സ്നേഹവും കൊണ്ടാണ് കയറി വന്നത്. ഒരിക്കലും എൻ്റെ മകനെ ഞാൻ 4ാമത് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ, 5 തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചു ഒരേ മണ്ഡലത്തിൽ. 4ാമത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ ജയിക്കുമ്പോൾ എനിക്ക് ഭൂരിപക്ഷവും വർദ്ധിച്ചു. അപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഇതെങ്ങനെയാണ് അച്ഛാ വീട്ടിൽ ജയിക്കുന്നത്? അപ്പോൾ അതിന് വലിയ 2013 എനിക്കെതിരെ വലിയ പത്രവാർത്തകളും ചാനൽ പ്രവർത്തനങ്ങളും ചർച്ചകളും ഒന്ന് കുഴിച്ചു മൂടിയെന്നാണല്ല ഞാൻ വിചാരിച്ചത്. വീണ്ടും ജയിച്ചപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ വീണ്ടും ജയിച്ചു? ഞാൻ പറഞ്ഞ മക്കളെ വേറൊന്നും കൊണ്ടില്ല. ഈ നാട്ടിലെ മനുഷ്യർക്ക് അച്ഛനോടുള്ള സ്നേഹം, അച്ഛൻ അവരോടുള്ള സ്നേഹം, പിന്നെ ദൈവത്തിൻ്റെ ഒരു കരുണ, ഈ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് ജയിച്ചത്. അല്ല എൻ്റെ മെടുക്കുന്നു സ്നേഹമാണ് ഈ ലോകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന, പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഒരാൾ എല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നടപടികൾ. ഒരു കാര്യം ഞാൻ ആലോചിച്ചാൽ, എന്നെ 2013 ചുട്ടിലരിക്കാൻ ശ്രമിച്ച ഒരാളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ലൈവായിട്ടില്ല എന്ന അഭിമാനത്തോടെ ഓർത്ത് നോക്കണം. ഓരോരുത്തരും പേര് ഞാൻ പറഞ്ഞത് ശരിയല്ല. ഒരു 4-5 പേര് എന്നെ വളഞ്ഞു നിന്ന് ആക്രമിച്ച ഒരു 4-5 പേര് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെട്ടു. അതാണ് കാര്യം. ഇവിടെ പി കെ ശശിയേട്ടൻ പറഞ്ഞ കറക്റ്റല്ലേ? അസത്യത്തിന് കൂട്ടുനിന്നാൽ അസത്യം പ്രവർത്തിക്കുന്നവൻ കരിഞ്ഞ് ചാമ്പലാവും. സത്യത്തിനോടല്ലെങ്കിൽ എന്നും തിളങ്ങി തന്നെ നിൽക്കും. ഒരല്പം മങ്ങലൊക്കെ ആദ്യം കാണും, പക്ഷെ തുടച്ചുടച്ച് വരുമ്പോൾ അതിൻ്റെ തിളക്കം കൂടി കയറിത്തരും. ഞാൻ സത്യത്തിൽ വിശ്വസിക്കും. എൻ്റെ ദൈവം സത്യമാണ്. ഞാനൊരു ജാതി മതചിന്തക്കാരനല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാനൊരു മതചിന്തക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, മനുഷ്യനെ സ്നേഹിക്കാൻ വേണമെന്ന് എല്ലാ വേദങ്ങളും നമ്മളെ പഠിപ്പിക്കും. ഒരാളോട് നല്ല സ്നേഹത്തോടെ സംസാരിച്ചാൽ അയാൾക്കുണ്ടാകുന്നത് കാര്യം നടന്നില്ലെന്നുള്ളത്. നല്ല സ്നേഹത്തോടെ സംസാരിച്ചാൽ തന്നെ അവർക്കൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഒരു രോഗി ഒരു സ്ഥലത്ത് കിടക്കാം, നമുക്ക് മരുന്ന് കൊടുക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ ഡോക്ടറുമല്ല. ഒന്ന് സമാധാനപ്പെടുത്തിയാൽ സാന്ത്വന സ്പർശം അത് ആ രോഗിയിൽ വലിയ ഉണർവുണ്ടാക്കും. ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹത്തെ സഹായിക്കും. എന്ന് പറഞ്ഞതുപോലെ നല്ലത് ചെയ്യുന്നവരെ നിങ്ങൾ തഴുകണം.
ചീത്ത ചെയ്യുന്നവരെ പുറം കൈകൊണ്ട് തട്ടിക്കളയുകയും ചെയ്യണം എന്നാണ് എനിക്ക് സ്നേഹത്തോട് പറയാനുള്ളത്. നാടിനൊരു നല്ല ഉണ്ടാകുമെങ്കിൽ അവിടെ ചെറിയ കേസുകളുമായി നടക്കുന്നത് ശരിയല്ല. അപഖ്യാതികൾ ആളുകളെ പറ്റി പ്രചരിക്കുന്നവർക്കൊന്നും നഷ്ടപ്പെടേണ്ട ഒരു വലിയ സമൂഹത്തിലാണ്. ഒരു വലിയ സമൂഹത്തിന് ഒരു പക്ഷേ പലരും നഷ്ടം. ഇപ്പോൾ പി കെ ശശി ആക്രമിക്കുക, അതിൻ്റെ കുഴപ്പമെന്താ? വേറെ കുഴപ്പമൊന്നുമില്ല. ഈ വക സ്ഥാപനങ്ങൾ നടന്നു പോകുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയും അനേകം അധ്യാപകർക്കും അധ്യാപികമാർക്കും ജോലി നൽകിയിരിക്കുന്ന ഈ മഹത്വ വലിയൊരു സ്ഥാപനം അത് തകർന്നു വീഴുമ്പോൾ തകരുന്നത് പി കെ ശശിയല്ല, ഒരു മഹത്തായ പ്രസ്ഥാനവും അതിനെ വിശ്വസിച്ചും അതിനെ ആശ്രയിച്ചും ജീവിച്ചവരും ഇവിടെ നിന്ന് പഠിച്ചു പുറത്തുപോയി വലിയ ഉന്നത നിലകളിലെത്തിയ കുട്ടികളും തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ പൂർവ്വ വിദ്യാലയം നശിച്ചു മണ്ണോട് ചേരാൻ ഇടയാക്കുന്നു. ആര്? എൻ്റെ വാക്കിനോട് ശ്രദ്ധിക്കുക. നിങ്ങൾ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെടും എന്ന് നോക്കുന്നു. മനുഷ്യൻ സത്യം തിരിച്ചറിയണം. നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇങ്ങനെ ഒരു സാധനം പൊക്കിക്കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിളിച്ചോ കണ്ടോ, അത് അതിനകത്ത് എല്ലാ തെളിവുണ്ടെന്ന് പറയും. കടലാസ് കൊണ്ടോ തെളിവുണ്ടെന്നോ കള്ളം പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കരുതെന്ന്